നമുക്ക് സദ്യക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കറിയാണ് പരിപ്പ് കറി. അതെങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത 100 ഗ്രാം പരിപ്പ് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 കഷ്ണം ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില ഇത് കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യമുള്ള വെള്ളവും ചേർക്കാം. ഇത് നമുക്ക് 3 വിസിൽ വരുന്നവരെ അടുപ്പത്ത് വെച്ച് വേവിക്കാം. ആ നേരം കൊണ്ട് അതിലേക്ക് ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായി 100 ഗ്രാം തേങ്ങ, 4 കഷ്ണം വെളുത്തുള്ളി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പ് ഇതും കൂടി ചേർത്ത് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കാം. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. നല്ലപോലെ ഉടച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് അരച്ചെടുത്ത കൂട്ട് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പരിപ്പ് കറിക്ക് തിളപ്പിക്കേണ്ട, നല്ലപോലെ ചൂടായി വന്നാൽ മതി. ഏകദേശം 3 മിനിറ്റ് നമ്മളിത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈസി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്.